സ്മാർട്ട് സിറ്റിയിലെ 132 ഏക്കറിന് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി അനുവദിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. 23-ന് സ്മാർട്ട് സിറ്റി പുതിയ കരാർ നിലവിൽ വന്ന സാഹചര്യത്തിലാണ് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി അനുവദിച്ചത്. ബാക്കിയുള്ള 114 ഏക്കറിന് സാമ്പത്തിക മേഖലാ പദവി അനുവദിക്കുന്നതിനായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 2007 ജൂലൈയിൽ സ്മാർട്ട് സിറ്റിക്കായുള്ള 246 ഏക്കറിന് സാമ്പത്തിക മേഖലാ പദവി തത്വത്തിൽ അനുവദിച്ചിരുന്നുവെങ്കിലും പാട്ടക്കരാർ റദ്ദായപ്പോൾ പദവിയും നഷ്ടപ്പെട്ടിരുന്നു. സെസ് പദവി ലഭിച്ച സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങാമെന്ന് ടീകോം ഉറപ്പു നൽകിയിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായുള്ള 246 ഏക്കറിനും 2007 ജൂലൈയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി തത്വത്തിൽ അനുവദിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരും ടീകോമുമായുള്ള പാട്ടക്കരാർ റദ്ദായപ്പോൾ ഈ അനുമതി നഷ്ടമായി. കഴിഞ്ഞ മാസം 23-ന് ടീകോമുമായുള്ള പുതിയ പാട്ടക്കരാർ ഒപ്പിട്ട ശേഷമാണ് സ്മാർട്ട് സിറ്റിക്ക് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവിക്കായി സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പദ്ധതിയിലെ 132 ഏക്കറിന് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി നൽകിയത്. ഇവിടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാകും. ബാക്കിയുള്ള 114 ഏക്കറിന് സെസ് പദവി ഉടൻ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ തെക്ക് വശത്തുള്ള പ്ലോട്ടിനെ സംബന്ധിച്ച് അതിന്റെ ആപ്ലിക്കേഷൻ അടുത്ത ഒരു 10-ാം തീയതി മാർച്ച് 10-ന് മുൻപ് നൽകാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മാർച്ച് 25-ന് അത് സംബന്ധിച്ചിട്ടുള്ള ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ അതിനുള്ള അപ്രൂവലും തേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 114 ഏക്കർ ഭൂമി വേർതിരിച്ചുകൊണ്ട് പുഴയൊഴുകുന്നത് ഈ ഭൂമിയുടെ പ്രത്യേക സാമ്പത്തിക മേഖലാ പദവിക്ക് തടസ്സമായിരുന്നു. എന്നാൽ പാലങ്ങളിലൂടെ ഇത് ഒന്നിപ്പിച്ചാൽ പദവി അനുവദിക്കാമെന്ന് 2009-ൽ കേന്ദ്രം ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. മനോരമ ന്യൂസ്.